ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നെന്മണിക്കര എന്ന് പറയുന്നത് സ്വദേശത്താണ്. നമ്മൾ നെന്മണിക്കര എന്ന അതിമനോഹരമായ ഗ്രാമം. അപ്പം നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം. ഫോർ ദ ഫസ്റ്റ് ടൈം എന്നെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വിടുകയാണ്. ഇന്നേ വരെ എൻ്റെ 22 വർഷത്തെ കരിയറിൽ എന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇതാ എൻ്റെ ഡാഡി വിട്ടിരിക്കുന്നു. ആഘോഷിക്കട്ടെ. ഇത് ഞങ്ങളൊരു ട്രിപ്പ് തന്നെയാണ്. ഇവളെൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ചത്തോളമായി. ഇവളുടെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച. നിർബന്ധിച്ച് കൊണ്ടുവന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു പറയാം. ഞാൻ ഇവരെ നിർബന്ധിച്ചില്ല, കാരണം എനിക്ക് വളരെ ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മുടെ കോട്ടയ്ക്കൽ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം നമ്മൾ അവിടുന്ന് കോഴിക്കോട് പോവാ. കോഴിക്കോട് മിഠായി കോഴിക്കോട് കടലമ്മ മുത്തണക്കര കോഴിക്കോട് അൽവ മനസ്സുള്ളൊരു കോഴിക്കോട് അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ, നമ്മുടെ ബാക്കി വിശേഷങ്ങൾ ബ്ലോഗിലൂടെ അറിയാം. സീറ്റില്ല ഗൈസ്, അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. അതെ, ബസ് കയറി ഗൈസ്. നേരത്തെ ബുദ്ധിയില്ലാണ്ട് ഈ സ്റ്റോപ്പ് ഇല്ലാത്തൊരു ബസ് ഞാനല്ല കയറിയാനെ. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ആ ചേട്ടന് മനസ്സിലായി ബുദ്ധിയില്ലാത്ത പിള്ളേരാണ്. അതുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങോട്ട് വണ്ടിയിൽ ഇരിക്കണ ഒരു പാസഞ്ചർ ഞമ്പിലായിട്ട് പഴഞ്ഞു. മക്കൾക്ക് എവിടേക്കാ പോകണ്ടേ? അപ്പം ഞങ്ങൾ പറഞ്ഞു കോട്ടയ്ക്കലാണ് പോകേണ്ടത്. അപ്പോൾ ആൾ പറഞ്ഞു, ഓ അത് ഈ ബസ് പോയില്ല, തിരൂർ വഴി പോകുന്ന ബസ്സാണ് എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ടിക്കറ്റ് എടുക്കാൻ പകുതിയാണെന്ന് നേരത്തെ ഏതോ കയറുകയുള്ളൂ. നമ്മൾ അടുത്ത ബസ് കയറിയിട്ടുള്ളത് എപ്പോഴും എടുക്കാമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നോക്കാം. മത്സരമാണ് ഗൈസ്, മത്സരം. 2 ടീമും കൂടെ. ഗൈസ്, നമ്മൾ ഇപ്പോൾ കോട്ടയ്ക്കൽ സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളും ഇന്നും വരും. ലെറ്റ്സ് വെയിറ്റ്. നമ്മുടെ റിൻഷി കൂട്ടുകാരി പറഞ്ഞു പോയി ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ പൊറോട്ടയും ഗ്രീൻ ബീൻസ് ആണ് പറഞ്ഞത്. കാരണം ചിക്കൻ ഒരാഴ്ച ഫുൾ ചിക്കൻ ആയിരുന്നു. മടുത്തു. റിൻഷി ഉച്ചയ്ക്ക് വേറെ ചിക്കൻ മേടിച്ച് തരുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് രാവിലെ വെജിറ്റബിൾ ഒതുക്കാമെന്ന് വിചാരിച്ചു. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അതെ കണ്ടുപിടിച്ചു. കൂട്ടുകാരുടെ എത്തിയുണ്ട്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഹൈലൈറ്റ് മാളിലാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ മിഠായി തെരുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഠായി തെരുവ് എത്തി. നമ്മളിപ്പോൾ നടന്ന് നമ്മളിനി മിഠായി തെരുവിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് റിൻഷി മേടിച്ചു തരും. എന്നിട്ട് അത് റിൻഷി മേടിച്ച് തന്നിട്ട് അതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ കൈ ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. ഇനി 2 കൈ നിറച്ച് സാധനങ്ങളായിട്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയേക്കാം. കുറേ നാളായിട്ടുള്ള എൻ്റെയും മല്ലിയുടെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് മിഠായി തെരുവിൽ പോകണം എന്നുള്ളത്. ഞങ്ങളിപ്പോൾ മിഠായി തെരുവിൽ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ആ ആഗ്രഹം സാക്ഷാത്കരിക്കുകയാണ് ഗൈസ്. പുതിയ ബീച്ചിൽ കേട്ടോ ബാബു പാടണ പാട്ട് കല്ലായി വീശണ കാറ്റിലോ
സാധനങ്ങൾ ഇഷ്ടമായി, പക്ഷെ അതൊന്നും എനിക്ക് ആരും മേടിച്ചു തരുന്നില്ല. പൈസ ഇല്ല ഗൈസ്. എന്താ ചെയ്യുക, പൈസ ഇല്ല ഗൈസ്. ഇതൊക്കെ വരികയാണെങ്കിൽ കൈ നിറയെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ കോഴിക്കോട് ബീച്ച് എത്തിയിരിക്കുകയാണ്. യു ക്യാൻ സീ ഹാർബറിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ബീച്ചിലേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അതെ ഗൈസ്, നമ്മളിനി 3-3.5 കിലോമീറ്റർ നമുക്ക് വിഷയമല്ല, നമ്മൾ നടക്കൽ ചില്ലാണ്. നമ്മളിനി ഇങ്ങനെ നടന്ന് നമ്മൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യും. വി മിസ് അവർ പാർട്ട്ണർ രാകേഷ് ആദിത്യ. ഞങ്ങളുടെ 4 ആളുടെയും ബെസ്റ്റ് ഫ്രണ്ട് രാകേഷ് ആദിത്യാണ് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. സാരല്ലേ, നമുക്ക് അവരെ ഒഴിവാക്കാനല്ലേ പറ്റുള്ളൂ, വേറെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത്. നമുക്ക് വേറെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല, സമയപരിമിതികൾ. ഇൻഷാല്ലാ ഇനി ഒരു ദിവസം ആവട്ടെ. ഹൽവില് തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട്. പറ എന്താണ് മീൻകുട്ടി കളിച്ചു. ഇവിടെയാണോ ഈ മീൻകുട്ടി കളിച്ചേ? പശുവിന്റെ സാധനം ഇതില് നീ കിടക്കോ? കിടക്കാൻ വേറെ ബെഡ് ഉണ്ട്. പക്ഷെ ഇപ്പൊ പട്ടിക്കൂടാണിത്. ഒന്നുകൂടി പറയോ? പട്ടിക്കൂട് അടയ്ക്കാപ്പഴ, ഗോവയോ? പേരയ്ക്ക, ഗോവ. அடனி எனக்கு வேணுமடி தங்கமே தங்கம் தங்கம் നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. ഗൈസ് വരൂ, ഗൈസ് നമ്മളിപ്പോൾ കുളത്തിൽ പോവുകയാണ്. ചിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നമ്മളുടെ കുളത്തിൽ കുളിക്കാൻ പോവുകയാണ്. സുന്ദരികളായിട്ടുണ്ടല്ലേ കുളം. വലിയ വലിയ മീനൊക്കെ ഉണ്ട് ഗൈസ്. ഫ്രണ്ട്ഷിയുടെ കുണ്ടിയുമ്പോ കണ്ടിക്കും. മഹേന്ദ്ര ബാഹുബലി. ഞാൻ വല്ലാതെ പൊള്ളും കാര്യം നേരാണേ നേരാണേ. ജാലക്കാരി മായ ജാലക്കാരി നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അല പോലലയാം നിന്നാൽ കഴിയും വരഞ്ഞാ ജാല. അവിടുന്ന് ഒരു ഡോൾഫിൻ പറന്നു വരുന്നുണ്ട്. ഗൈസ്, ഇതിൽ എനിക്ക് മാത്രം നീന്തൽ അറിയാത്തുള്ളൂ. എല്ലാവർക്കും ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ. അതെ, വി ആർ എൻജോയിങ്. ഇത് ശരിക്കും മിസ് ചെയ്തേനെ വന്നില്ലായിരുന്നെങ്കിൽ. ഐ ലവ് യു ഗൈസ്. എന്തായാലും വിൽ ബി ഇൻ മൈ മെമ്മറി. താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് മെമ്മറി. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്.
ഞാനും ഹാപ്പിയാണ് പപ്പ സമ്മതിച്ചത്. ഞാനും ഹാപ്പിയാണ് പപ്പ സന്തോഷം. മതി ഇത്ര പേരൊക്കെ ശരിക്കൂ. ലെറ്റ്സ് ടേക്ക് എ സെൽഫി. അവരുണ്ടേ എനിക്ക് നീന്തൽ അറിയാലോ. തോണി കൊണ്ടുപോവാ. മല്ലി എന്നിട്ട് ഓളെ Guys, this is my 1G. This മല്ലി is പുറത്ത് കയറും, മല്ലി പുറത്ത് കയറും. മല്ലി അല്ലിന് പുറത്ത് കയറിക്കോ. അങ്ങനെയല്ല, ഇങ്ങനെ കേറിക്കോ, കാലുവിടെ വെച്ചോ. ഇടി കാല് വെച്ചോ, അല്ലിന്റെ കാല് വെച്ചോ. എടി അങ്ങനെ കേറിയിടി. ഇവിടെ വെള്ളല്ലേ, അതില്ല ആയില്ല. രണ്ട് കാലം പിടിക്കട്ടോ. ഫോൺ കളിക്കില്ല കേട്ടോ. ബൈ ഗൈസ്, ഞങ്ങൾ ഇനി കുഴച്ച് നീന്തിട്ടൊക്കെ അല്ലെങ്കിൽ ഇവളുടെ ഫോൺ എനിക്ക് പുതിയ ഫോൺ ഐഫോൺ 17 Pro പിന്നെ വ്ലോഗ് ഉണ്ടാവില്ല. അതെ അതെ, ആ വ്ലോഗ് നിങ്ങൾ മിസ് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് നിർത്തുന്നു. കൂളി സീനാണ് ഗൈസ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈമാറിന്റെ വാവച്ചി പത്ത് പേര് തൂക്കമുള്ള കരുത്തുണ്ട്. കൈയും തൂക്കി പോയിടുന്നു. ഇത് എത്ര കിലോ ഉണ്ടെന്നറിയോ? നീ എത്ര കിലോ ഉണ്ട്? ഞാൻ 45. നീ എത്ര ഉണ്ട്? ഞാൻ 54. 45 എത്രയാ? 100 കിലോനെ വെറും 62 കിലോ ആണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. മുക്കുന്നുണ്ടല്ലോ, മുക്കത്താണോ വീട്? എന്നെ താഴിട്ടാ മണി കൂടി 62. 62. ഞാൻ ഇവന്റെ താഴെ കേറിയാ ഇതിനു മുമ്പ് ഇവിടെ 100 അല്ലേ, ഞാൻ 500 എടുക്കാം. ഇവിടെ ഇത്രയും നിലയുണ്ട്. ഇങ്ങോട്ട് പോയാൽ നില കുറയും. ഇവിടെ ഇത്രയുമാണ് guys. വെള്ളത്തിൽ മുങ്ങിക്കോണേ. വെള്ളത്തിൽ ഞാൻ എത്ര കിലോ എടുത്തു? 60, 45, 107 കിലോ എടുത്തു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗൈസ്, എന്നെ ആരെയൊക്കെ എടുക്കണം. പേരാണ് എടുത്തിരിക്കുന്നത്. സന്തോഷമായി ഗോപേട്ട, സന്തോഷമായി. എന്നിങ്ങനെ എടുത്ത് കറക്കണം എന്നാണ് എന്റെ ആഗ്രഹം. താങ്ക് യു ഫോർ ഞാൻ ഇറങ്ങട്ടെ, നിങ്ങളെ കിട്ടുമോ? ഹാപ്പി അല്ലേ? ഹാപ്പി. ഡബിൾ, ട്രിപ്പിൾ, 4 ട്രിപ്പിൾ, ട്രിപ്പിൾ, 6 കണ്ട് രണ്ട് കണ്ണ് ഗൈസ്, ഇവൾ എന്റെ മേത്ത് വരച്ചു ഗൈസ്. അവളുടെ പേരെഴുതി RIYA ഇവൾ. ഇതിനെതിരെ ശക്തമായി ഞാൻ പ്രതികരിക്കും. അങ്ങനെ ഞാൻ
പൈസ കൊടുത്ത് ഇവിടെ വന്നിട്ട് ചിക്കിലി കൊടുത്തൊരു വാച്ച് മേടിച്ചു ഗൈസ്. എത്ര രൂപയാണെന്നറിയാം? കണ്ണും കലാശവും കാണിക്കാൻ പറഞ്ഞപ്പോ ഇത്രയും കാശ് 5000 ഇത്രയും കണ്ണും എന്ന് കലാശവും മിന്നു പറയാൻ പറഞ്ഞു. എന്താന്ന് പറഞ്ഞത്? കണ്ണും കലാശവും കാണിച്ച് പൈസ കുറച്ച് മേടിക്കാൻ പറയണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കടയിൽ കയറുന്നതിന് മുമ്പ്. പക്ഷെ ഇത്രയോട് കുറച്ച് മേടിക്കുന്നല്ല. ഒറിജിനൽ സ്ഥലം 150 രൂപയ്ക്ക് മേടിച്ചത്. അത് 150 രൂപയ്ക്ക് കോട്ടക്കാരെ പറ്റിച്ച കഴിക്കും. ഇത്രയും നല്ല അത് അവരെന്നെ കണ്ടിട്ട് വ്ളോഗറാന്ന് മനസ്സിലായിട്ട് കുറച്ച് എന്തായിരുന്നു. ഇത് ശരിക്കും 5000 ഉണ്ട്. 5000. നീ ഏതടി ബൈ 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 ഗൈസ്. അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി സൈൻ കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. ഇതിനകത്ത് ഇൻവെർട്ടറാണ്. സൈൻസ് എല്ലാം വേണമെന്ന് പറഞ്ഞാൽ എന്താ മേടിച്ചു തരുമോ? പറ്റത്തില്ല. അപ്പം നമുക്ക് ഇപ്പോൾ തൽക്കാലം ലോഡഡ് ഫ്രൈസ് കഴിക്കാം കേട്ടോ.